दुनिया उत्सुकता के साथ 22 जनवरी के ऐतिहासिक क्षण का इंतजार कर रही है। ऐसे में अयोध्या वासियों में ये उत्साह, ये उमंग बहुत स्वाभाविक है। भारत की मिट्टी के कण कण और भारत के जन जन का मैं पुजारी हूं और मैं भी आपकी तरह उतना ही उत्सुक हूं। हम सभी का ये उत्साह, ये उमंग थोड़ी देर पहले अयोध्या की सड़कों पर भी पूरी तरह नजर आ रहा था। ऐसा लगता था कि पूरी अयोध्या नगरी ही सड़क पर उतर आई हो। इस प्यार, इस आशीर्वाद के लिए मैं आप सभी का हृदय से आभार व्यक्त करता हूं। आज के ही दिन 1943 में नेताजी सुभाष चंद्र बोस ने अंडमान में झंडा फहराकर भारत की आजादी का जयघोष किया था। आजादी के आंदोलन से जुड़े ऐसे पावन दिवस पर आज हम आजादी के अमृत काल के संकल्प को आगे बढ़ा रहे हैं। आज विकसित भारत के निर्माण को गति देने के अभियान को अयोध्या नगरी से नई ऊर्जा मिल रही है। आज यहां 15,000 करोड़ रुपए से अधिक के विकास कार्यों का शिलान्यास और लोकार्पण हुआ है। നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തി. ക്ഷേത്ര നഗരത്തെ ഇളക്കിമറിച്ച് മോദി റോഡ് ഷോ. അയോധ്യയിലെ വിമാനത്താവള റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനങ്ങൾ. ജനുവരി 22-ന് ചരിത്ര മുഹൂർത്തത്തിനായി ലോകം കാത്തിരിക്കുന്നുവെന്ന പ്രഖ്യാപനം. വീടുകളിൽ ദീപം തെളിക്കാനുള്ള ആഹ്വാനം. രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോകണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കാൻ കോൺഗ്രസ് വൈകുമ്പോൾ പോകരുതെന്ന് മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് സമ്മർദ്ദം ഉയരുമ്പോൾ പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അയോധ്യ എന്ന വജ്രായുധത്തിന് മുന്നിൽ ഇന്ത്യ മുന്നണി ഇനി പ്രതീക്ഷിക്കണം. പയൻ ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, മാധ്യമപ്രവർത്തകൻ ശ്രീ സിബി സത്യൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഈ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അയോധ്യയിൽ ഇന്ന് മോദി റോഡ് ഷോയുമായി ഇറങ്ങിയപ്പോൾ ഇനി ജനുവരി 22-ന് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം നടക്കാൻ പോകുമ്പോൾ കോൺഗ്രസ് പകച്ചു നിൽക്കുന്നു, ഇന്ത്യ മുന്നണി പകച്ചു നിൽക്കുന്നു. ഇപ്പോൾ തന്നെ ഈ മാധ്യമ ചർച്ചകളിൽ പോലും കോൺഗ്രസിനോട് പോകരുത് എന്ന് AICC പറഞ്ഞിരിക്കുകയാണ്. അതായത് പരസ്യമായിട്ട് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയരുതെന്ന്. അത് മണ്ടത്തരമല്ലേ കോൺഗ്രസ് കാണിക്കുന്നത്? മഞ്ജുഷ്, അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദിവസമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ NDAയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉദ്ഘാടന മഹാമഹം കൂടിയാണ് ഇന്ന് നടന്നത് അയോധ്യയിൽ. അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ സംഭവിക്കാൻ പോകുന്നത് ജനുവരി 22-ാം തീയതിയാണ് എന്ന് മാത്രം. അയോധ്യയിൽ 15,700 കോടി രൂപയുടെ പദ്ധതികളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അനാവരണം ചെയ്തത്. നോക്കൂ മഞ്ജുഷ്, ഇവിടെ ഉണ്ടാകുന്ന ഒരു ബിംബവൽക്കരണം രാമക്ഷേത്രത്തിൻ്റെ തലപ്പത്താകട്ടെ, പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന മഹാമഹത്തിലാകട്ടെ, എല്ലാ ഇടങ്ങളിലും ഒറ്റമുഖം ശ്രീ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖം ഉയർത്തിക്കാട്ടുമ്പോൾ അതിന് ബദലായി ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ഇന്ത്യ മുന്നണി പാടുപെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഉയരുന്ന കാതലായ ചോദ്യം ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ചും
പ്രതികരിക്കാനാവുന്നുണ്ടോ എന്നതാണ്. ഈ മൗനം വാചാലമാണെന്നൊക്കെ നമുക്ക് പങ്ക്യാന്തരേണ പറയാം. പക്ഷേ ഈ മൗനത്തിന്റെ പിന്നിലെ അർത്ഥം എന്താണ്, നിഗൂഢത എന്താണ്? പറയുമ്പോൾ പല നേതാക്കൾക്കും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണമെന്നുണ്ട്. പക്ഷേ മിണ്ടരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോൺഗ്രസിൽ മിണ്ടരുത് എന്ന് പറഞ്ഞാലും മിണ്ടും, അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണല്ലോ. ആദ്യമൊക്കെ ചില നേതാക്കൾ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ദിഗ്വിജയ് സിംഗ് ഒക്കെ ആദ്യം തന്നെ കോൺഗ്രസ് ഈ ക്ഷണം സ്വീകരിച്ചു എന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. പിന്നീട് അതിൽ തന്നെ ഒരു വ്യക്തത വരുത്താൻ AICCക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? ഇപ്പോൾ ശരിയാണ്, ദേശീയ പാർട്ടിയാണ്, ഓരോ സംസ്ഥാനങ്ങളുടെയും താല്പര്യം കണക്കിലെടുക്കണം എന്നൊക്കെ പറയുമ്പോഴും സംസ്ഥാനങ്ങൾ തന്നെ AICCയോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പോകുന്നതിൽ. എന്നിട്ടും ഒരു തീരുമാനം വൈകുന്നത് എന്ത് സന്ദേശം നൽകുന്നു? അങ്ങനെ വൈകിക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ? മഞ്ജുഷ്, വൈകിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കേണ്ടവർ സംസാരിക്കുക തന്നെ വേണം. ഇവിടെ സംസാരിക്കേണ്ടത് ആരാണ്? ഒറ്റ മുഖമാണ് സംസാരിക്കേണ്ടത്. ഒന്നുകിൽ ശ്രീമതി സോണിയാഗാന്ധി അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി. ആ രണ്ട് വ്യക്തികളിൽ ആരെങ്കിലും ഒരാൾ ഒരു നിലപാട് സംസാരിക്കേണ്ടതാണ് പൊതുജനങ്ങളുടെ മുമ്പാകെ. ഞങ്ങൾ ശ്രീരാമക്ഷേത്രത്തെ അംഗീകരിക്കുന്നു, കോടതി വിധിയിലൂടെ കെട്ടിപ്പടുത്ത ആ ക്ഷേത്രത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇത് ഇന്ത്യയുടെ പൊതുസ്വത്താണ്, അത് ഉറക്കെ പറയാം. പക്ഷേ ഈ 22-ാം തീയതി നടക്കാൻ പോകുന്ന ചടങ്ങ് എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യമുള്ള ചടങ്ങാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് വിസമ്മതമാണ്. എന്നാൽ ഞങ്ങൾ രാമക്ഷേത്രത്തിൽ സന്ദർശിക്കും, ഞങ്ങളൊരു ഡെലിഗേഷനായി സന്ദർശിക്കും. ഞങ്ങൾ അതിനോടൊപ്പമാണ്, ഇന്ത്യയുടെ ഹിന്ദു ജനസാമാന്യത്തോടൊപ്പമാണ്, ഇന്ത്യയുടെ മുസ്ലിം ജനസാമാന്യത്തോടൊപ്പമാണ്. മതേതരത്വം, നെഹ്റൂവിയൻ സെൻസിൽ മതേതരത്വം, ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വം ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടെ പറയുകയും മതേതരത്വത്തിൻ്റെ കോൺഗ്രസ് വിശ്വസിക്കുന്ന ആ മുഖം ഒരിക്കൽ കൂടി പറയുകയാണ്. അത് മതവിരുദ്ധമല്ല. ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു എന്നതുകൊണ്ട് മാത്രം ഹൈന്ദവ വിരുദ്ധരാകുന്നില്ല കോൺഗ്രസ് എന്ന് പറയുന്നതാണ്. ക്ഷേത്രത്തിൽ സന്ദർശിക്കും, പക്ഷേ 22-ാം തീയതി അല്ല ഞങ്ങൾ സന്ദർശിക്കും. അതുമാത്രമല്ല, ഒരു നല്ല അവസരമാണ്. ഈ ഒരു അവസരം സംസാരിക്കേണ്ടത് സംസാരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിഗൂഢത, ആ നിഗൂഢത ഒരു വീക്ക്നെസ്സായി കണ്ടുകൊണ്ട് ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തുന്നു. അതുമാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടി ഒരു വലിയ റോപ്പാണ്, ഒരു ലോങ് റോപ്പാണ് കോൺഗ്രസിന് മുമ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ തൂങ്ങിച്ചാകാതെ അതിൽ പിടിച്ച് കയറാനുള്ള മെയ്വഴക്കം കോൺഗ്രസ് കാട്ടുമോ എന്നതാണ് ഇവിടുത്തെ കാതലായ ചോദ്യം. ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കേണ്ടവർ 3 പേരാണ് ക്ഷണം ലഭിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് 4 പേരെ ആദ്യം കേട്ടു, ഇപ്പോൾ 3 പേരാണ്. ശ്രീമതി സോണിയാഗാന്ധി, UPAയുടെ മുൻ ചെയർപേഴ്സൺ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ക്ഷണമില്ല, പിന്നെ മല്ലികാർജുൻ ഖാർഗെ എന്ന AICCയുടെ പ്രസിഡന്റ്, മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ്. തീർച്ചയായും മൻമോഹൻ സിംഗിന് വ്യക്തിപരമായ കാരണം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നതിൽ വിരോധമില്ല. കാരണം അദ്ദേഹം വളരെയധികം വാർദ്ധക്യത്തിൻ്റെ അവശതയിലാണ്. അതുമാത്രമല്ല, സോണിയാഗാന്ധിക്കും ആരോഗ്യ പ്രശ്നത്തിൽ മാറി നിൽക്കാൻ സാധിക്കും. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഒരു പ്രസ്താവന നടത്താം, സോണിയാഗാന്ധിയുടെ പ്രസ്താവന അതിനോടൊപ്പം തന്നെ ഉണ്ടാകാം. ഈ 3 പേരും സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാതെ ചെറിയ ആളുകൾ സംസാരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുകയാണ്, ഇത് ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് പോകാൻ അവകാശമുണ്ട്. അപ്പോൾ വേറിട്ട സ്വരം വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ, ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസ് നേതാക്കൾ ഒരു സ്വരത്തിലും, ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ മറുസ്വരത്തിൽ സംസാരിക്കുന്നു. സംസാരിച്ചു പോയി മഞ്ജുഷ്, ശരിയാണ്, സംസാരിച്ചു പോയി. പക്ഷേ ഇത് പരിഹരിക്കാനും മാർഗമുണ്ട്. മാർഗം ഇതാണ്: കോൺഗ്രസ് പാർട്ടി ഒരു ഫെഡറൽ പാർട്ടിയാണ്. മുൻകാലത്തും ഫെഡറൽ പാർട്ടി തന്നെയാണ്. വിവിധങ്ങളായ ആശയധാരകളുടെ സംയോജനമാണ് കോൺഗ്രസ്. ഇത് വിശദീകരിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഓരോ സംസ്ഥാന കമ്മിറ്റിക്കും ഓരോ അഭിപ്രായം ഉണ്ടാക്കാം. പക്ഷേ അതെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് AICC പ്രസിഡന്റോ സോണിയാഗാന്ധിയോ പ്രസ്താവന നടത്തുമ്പോൾ തീരുമാനിക്കേണ്ടത് AICC ആണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഇങ്ങനൊരു കൺഫ്യൂഷൻ വരുന്നത് അതാത് PCCകളിൽ നിന്ന് ഓരോരോ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നതിലാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ശ്രീ മോഹൻ വർഗീസ് ആദ്യം പറഞ്ഞ നിരീക്ഷണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനുള്ള ഒരു തുടക്കം കൂടിയായി ഇന്ന് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്ന റോഡ് ഷോ, അതിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്നത് ജനുവരി 22 രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായിരിക്കുമെന്ന് താങ്കളുടെ വിലയിരുത്തൽ? ശ്രീ മഞ്ജുഷ്, ശ്രീരാമൻ ഒരു രാഷ്ട്രീയ ബിംബമല്ല.
എല്ലാ കാര്യങ്ങൾക്കും രാഷ്ട്രീയ മാനങ്ങൾ, രാമക്ഷേത്രത്തിലൊക്കെ രാഷ്ട്രീയ മാനങ്ങൾ കാണാം. പക്ഷെ ശ്രീരാമൻ ആത്മീയമായ, സാംസ്കാരികപരമായ, ദേശീയമായ, സിവിലൈസേഷനിലായിട്ടൊരു ഐക്കണാണ്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല. രണ്ട്, ഇതൊരു വജ്രായുധമോ ആയുധങ്ങളോ ആണെന്ന് ഒരു ഹിന്ദു വിശ്വാസിയായ എനിക്ക് തോന്നുന്നില്ല. കാരണം അയോധ്യ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം യുദ്ധമില്ലാത്ത സ്ഥലം അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ടാത്ത സ്ഥലം എന്നാണ്. അപ്പോൾ ചരിത്രത്തിൽ ചില വേർതിരിവുകൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ഈ വിഷയത്തിൽ വിഷമമുണ്ട് എന്നുള്ള കാര്യം അക്നോളജ് ചെയ്യുന്നു. അവരുടെ വേദനയിൽ പൂർണ്ണമായി പങ്കുചേർന്നുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഒരു വളരെ ബാലൻസ്ഡ് ആയ വെർഡിക്റ്റ് നമുക്ക് തന്നു. 5 അംഗ സുപ്രീം കോടതി 2.77 ഏക്കർ രാമജന്മഭൂമി സ്ഥലം ഹിന്ദു സമൂഹത്തിന് കൊടുക്കുകയും പകരം 5 ഏക്കറോളം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ ഒരു ഭാരതീയന്, ഇന്ത്യക്കാരൻ എന്താണ് ചെയ്യാൻ കഴിയുക? അമ്പലത്തിലും പോവുക, പള്ളിയിലും പോവുക. ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ സന്തോഷപൂർവ്വം രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്കും പോകുമായിരുന്നു. അപ്പുറത്ത് ധന്നിപ്പൂരിലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പേരിലുള്ള പ്രോഫറ്റ് മുഹമ്മദ് ബിൻ അബ്ദുള്ള മോസ്കിലും പോകാൻ അങ്ങനെ ഒരു അവസരമാണ്. ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനങ്ങൾ വരാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. കാര്യം എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ മാനങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറം സിവിലൈസേഷനിലായ ഒരു ഇഷ്യൂ അത്. അതുകൊണ്ടാണ് ശ്രീരാമൻ ഇമാമെ ഹിന്ദ് എന്നാണ് മുഹമ്മദ് ഇക്ബാൽ ശ്രീരാമനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഇന്ത്യയുടെ സ്പിരിച്വൽ ലീഡറാണ്. രാമരാജ്യമാകണം ഇന്ത്യ എന്നായിരുന്നു മഹാത്മാഗാന്ധി പറഞ്ഞത്. രാമരാജ്യം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്വപ്നരാജ്യവും ദൈവരാജ്യവും ഖലീഫയുടെ സ്വപ്നരാജ്യവുമാണെന്ന് പറഞ്ഞ ബാലൻസ് കണ്ടെത്തിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയുടെ രാമനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. രാഷ്ട്രീയ മാനങ്ങൾക്ക് അപ്പുറമുള്ള ഒരു കാര്യമാണ്. എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. സ്വാഭാവികമായും BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വീണ്ടും എത്തുന്നതിന് വേണ്ടി ആ ഒരു ശ്രമം നടത്തും. അതിന്റെ ഏറ്റവും വലിയ കാർഡ് ഏതാണോ അത് കളിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് വജ്രായുധം എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ല, വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അടിസ്ഥാനപരമായി രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ ദൈവിക ചിഹ്നങ്ങളെയും ബിംബങ്ങളെയും സംസ്കാരത്തെയും കാണേണ്ട ആവശ്യമുണ്ട്. പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ, വ്യാവഹാരിക തലത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ഈ വിഷയം രാഷ്ട്രീയത്തിനപ്പുറം കൂടി നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയണം. രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാകും. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി കാരണം തീർച്ചയായും ആ ദിവസം സെന്റർ ഓഫ് ദി അറ്റൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ ദിവസം ഒരു സിനോഷർ ആയിരിക്കും. എല്ലാ കാര്യങ്ങളുടെയും ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് വരും. ഈ രാമക്ഷേത്രം നേടിയെടുത്തതിന് ഒരു പങ്ക് തീർച്ചയായും അദ്ദേഹത്തിന് കൂടി അവകാശപ്പെട്ടതാണ്. സുപ്രീം കോടതിയുടെ വിധിയാണെങ്കിൽ പോലും നരേന്ദ്രമോദിയെ പോലെ പ്രഭാവശാലിയായ ഒരു പ്രധാനമന്ത്രി ഇരിക്കുന്നത് കൂടിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത്. അതുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു വലിയ വിക്ടറി തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ശ്രീ ശശി തരൂരിനെ പോലെ ലോകപൗരനായ ഒരു വ്യക്തി ഇന്ന് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫെബ്രുവരിയിൽ അദ്ദേഹം BAPS അല്ലെങ്കിൽ സ്വാമി നാരായണ ടെമ്പിൾ ഉദ്ഘാടനം ചെയ്യാൻ അബുദാബിയിലേക്ക് പോകും. അത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഒരു ഹിന്ദു ഹൃദയ സാമ്രാട്ടിന്റെ പരിവേഷം ശ്രീ നരേന്ദ്രമോദിക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അദ്ദേഹം ഇത്രയും കാലം ഒരു വർഗീയ പരാമർശങ്ങളും ഉണ്ടാക്കിയില്ലെന്നും ഇതര സമുദായങ്ങളെ യാതൊരു തരത്തിലും വേദനിപ്പിച്ചില്ല എന്നും അദ്ദേഹത്തിന്റെ കൂടെ വളർന്ന അബ്ബാസിനെ കുറിച്ച് ഓർക്കുകയും അദ്ദേഹത്തിന്റെ അമ്മ അബ്ബാസിന് ഈദിന് പ്രത്യേക വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുകയും ലോകത്തെ മുസ്ലിം രാജ്യങ്ങളോട് ഇന്ത്യയുടെ ഏറ്റവും നല്ല ബന്ധം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലാണ്, വിശിഷ്യ മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ ഏറ്റവും നല്ല ബന്ധമുള്ളത് ഈ അവസരത്തിലാണ്. അതുകൊണ്ട് ഇതൊരു യൂണിഫയിങ് പോയിന്റ് ആകണം. ആ യൂണിഫയിങ് പോയിന്റ് ആകാൻ ഇതിന് കഴിയണം. അതിന് അമ്പലവും വേണം, പള്ളിയും വേണം. പക്ഷെ അവിടെ ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ പലരെയും ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഈ കോൺഗ്രസിനെ ക്ഷണിച്ച കാര്യത്തിലാണ് ഇപ്പോൾ ആകെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ കാര്യത്തിലും ശരിയാണ്. അവർക്ക് ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പാർട്ടികൾ പലരും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, ഞങ്ങൾ പോകുന്നില്ല എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. CPM കേരളത്തിൽ ഒരു തീരുമാനമെടുത്തു പോകുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷെ കോൺഗ്രസിനുണ്ടായ ഈ ആശയക്കുഴപ്പം അത് കോൺഗ്രസിൻ്റെ ഈ ഒരു നിലപാടെടുക്കാൻ കഴിവില്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? കോൺഗ്രസിനെ അതിൻ്റെ പേരിൽ ക്ഷണിച്ച ആളുകൾ തന്നെ കളിയാക്കുന്നതിന് തുല്യമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വജ്രായുധം ഞങ്ങൾ പ്രയോഗിച്ചു, അതിൽ കോൺഗ്രസ് വീണു, കോൺഗ്രസ് ഇല്ലാതാകുന്നു എന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ഈ ക്ഷണിച്ചവർ തന്നെ പ്രകടിപ്പിക്കുകയാണ്. ക്ഷണിച്ചത് ട്രസ്റ്റാണ്, പക്ഷേ ആ ക്ഷണിച്ചതിന് പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ക്ഷണിച്ചതിന് പിന്നിലുള്ള ആളുകൾ തന്നെ അത് കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ഒരു മാർഗമായിട്ട് ഈ രാമക്ഷേത്രത്തെ ഉപയോഗിക്കുകയാണ്. അവിടെയാണ് വജ്രായുധമാണെങ്കിൽ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സുദർശന ചക്രം പ്രയോഗിക്കുവാൻ. ഇന്ന് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സന്തോഷപൂർവ്വം ശ്രീരാമ ജന്മഭൂമിയിലേക്ക് പോകും. 25 കിലോമീറ്റർ അപ്പുറമുള്ള പണി നടന്നുകൊണ്ട്
മോസ്കിലേക്കും പോകും. അങ്ങനെ പോകാൻ ആർക്കുള്ള ഒരു കോൺഗ്രസ്സുകാരൻ ഈ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. ഈ നാട് കണ്ട ഏറ്റവും വലിയ രാമഭക്തൻ, ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റ് ഒരു കോൺഗ്രസ്സുകാരനും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ രാഷ്ട്രപിതാവുമായിരുന്നു. അതേപോലെ ജെനുവിനായ ഒരു ഹിന്ദു വിശ്വാസി, ഇലക്ഷൻ എടുക്കുമ്പോൾ അമ്പലങ്ങളിൽ ഓടിപ്പോകുന്ന ആൾക്കാരല്ല, ഇലക്ഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ പൂണൂല് ധരിക്കുന്നുണ്ട് എന്ന് പറയുന്നവരല്ല, ജെനുവിൻ ആയിട്ടുള്ള ഹിന്ദു വിശ്വാസിയും അതോടൊപ്പം ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയെ പോലൊരു വ്യക്തി കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും ഇന്ത്യയുടെയും അപജയം. ഇവിടെയാണ് ശരിയാണ് മഞ്ജുഷ് ശരിയായി സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയമുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം ഒരുമയുടെ ഒരു വേദിയാക്കാൻ ഇതിന് കഴിയണം. ആ ഒരുമയുടെ വേദി ഇതിന് മാത്രമല്ല, നാളെ ധന്നിപ്പൂർ മോസ്കിന്റെ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ അവിടെയും പോകാൻ നമ്മുടെ മന്ത്രിമാർക്കും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും എല്ലാം കഴിയണം. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ മരിച്ചൊരു വിഷയമാണ് രാമജന്മഭൂമി ബാബരി മസ്ജിദ് തർക്കം. വളരെ ദൗർഭാഗ്യകരമായ പതിറ്റാണ്ടുകൾ നമ്മളതിൽ പോരാടിയതാണ്, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടായതാണ്. അതിനെ അതിജീവിച്ച് സുപ്രീം കോടതി ഒരു ബാലൻസ്ഡ് വെർഡിക്റ്റ് കൊണ്ടുവന്നു. രണ്ട് സമുദായങ്ങൾക്കും സ്ഥലം കൊടുത്തു, രണ്ട് സ്ഥലങ്ങളുമുണ്ട്. രണ്ടിനെയും പിന്തുണയ്ക്കുന്ന ഇന്ത്യക്കാരായി ഭാരതീയരായി നമുക്ക് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും സ്പർദ്ധകൾ ഉണ്ടാവും. മുസ്ലിം സഹോദരങ്ങൾക്ക് ചില വിഷമം കാണാം, ഇത്രയും വലിയ ആഘോഷവും മറ്റും നടക്കുമ്പോൾ അവരുടെ മനസ്സിലെ വേദന നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതോടൊപ്പം അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാട് വേണം. ഗതകാലങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കരുത്. ദൗർഭാഗ്യവശാൽ സംഭവിക്കാനുള്ള പല കാര്യങ്ങളും സംഭവിച്ചു. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണ് ബാബറി മസ്ജിദ് തകർന്നതെന്നാണ് പ്രണബ് മുഖർജി പറഞ്ഞത്. രഥയാത്ര നയിച്ച അദ്വാനിജി പറഞ്ഞത് ഡിസംബർ 6 എന്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ ദിവസം എന്നാണ്. 2 തവണ അടൽ ബിഹാരി വാജ്പേയി ഈ വിഷയത്തിൽ ക്ഷമ പറയും. ഡിസംബർ 17, 1992 നരസിംഹറാവുവിനെ ഡിഫെൻഡ് ചെയ്ത് അടൽ ബിഹാരി വാജ്പേയി സംസാരിക്കുകയും എന്നാൽ നമുക്ക് സംഭവിച്ചത്, ഈ രാജ്യത്തിന് സംഭവിച്ച ദൗർഭാഗ്യമെന്ന് പറയുന്നു. അതുകൊണ്ട് ചില വിഷമകരമായ എപ്പിസോഡ്സ് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് മുമ്പോട്ട് പോകണ്ടേ, ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാകണ്ടേ, ഉണ്ടാകണ്ടേ. ശ്രീ സത്യൻ, രാഷ്ട്രീയം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിപ്പോൾ രാഹുൽ ഈശ്വർ പോലും അക്കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയമുണ്ട് ഇതിൽ. പക്ഷേ ജനുവരി 22 അയോധ്യയിൽ പോകണോ വേണ്ടയോ, ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്ത് തീരുമാനം എടുക്കണം? കോൺഗ്രസിനെ കൊണ്ട് ഇതല്ലേ പറ്റുകയുള്ളൂ. കോൺഗ്രസ് ഉടനെ ഒരു തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? ഇന്ന് തന്നെ അയോധ്യയിലെ ആ ഒരു വലിയ റോഡ് ഷോ കണ്ടല്ലോ, അവിടെ മോദി പ്രഭാവം അലയടിക്കുകയാണ്. അപ്പോൾ ജനുവരി 22 ഇത് ആവർത്തിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ പോയി തല കാണിക്കുന്നതാണോ അതോ പോകാതിരിക്കുന്നതാണോ കോൺഗ്രസിന് നല്ലത് മറ്റു പാർട്ടികൾക്കും? മഞ്ജുഷ്, ഇത് വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വഴിത്തിരിവായ ഒരു മുഹൂർത്തമാണ്. കാരണം കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അയോധ്യ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി മാറുകയാണ്. അതായത് കഴിഞ്ഞ ശശി തരൂർ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ശശി തരൂരിന് എഴുതിയ ട്വീറ്റിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം 2014 ഇലക്ഷനിൽ ഈ പറഞ്ഞതുപോലെ ഗുജറാത്ത് CEO വികസന പുരുഷൻ എന്ന നിലയ്ക്ക് മോദി വന്നു. 2019 പുൽവാമ അറ്റാക്കിനെ തുടർന്നിട്ട് അദ്ദേഹത്തിനെ ഈ പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റിയുടെ ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റിയിട്ട് അത് വിജയിച്ചു. ഇപ്പം ഈ 2024 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ഇനിയും പണി തീരാത്ത, അതായത് 2 വർഷം കൂടി ഇതിന്റെ പണി ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും ആ അമ്പലം ഉദ്ഘാടനം ചെയ്യുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിനകത്ത് രാഷ്ട്രീയം ഇല്ലെങ്കിൽ പിന്നെ അമ്പലത്തിന്റെ പണി തീർന്നിട്ട് ഉദ്ഘാടനം ചെയ്താൽ മതിയല്ലോ. 2 വർഷം കൂടെ കിടപ്പുണ്ട്. അപ്പൊ അതിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കാരണം അയോധ്യക്ക് വളരെ സിഗ്നിഫിക്കന്റ് ആയ ഒരു സ്ഥാനമാണ് ഇന്ത്യയുടെ ഇലക്ട്രൽ പൊളിറ്റിക്സില് 1990ക്ക് ശേഷമുള്ളത്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഉദയം എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ വളർച്ചയും അതിന്റെ അധികാരം പിടിക്കലും എല്ലാം ഈ അയോധ്യയുമായിട്ട് വളരെ ഇഴപിരിയാനാവാത്തവണ്ണം കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും മികച്ച, അവരുടെ പോൾ സ്ട്രാറ്റജിസ്റ്റുകൾ, തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റുകൾ നടപ്പിലാക്കുന്ന ഏറ്റവും ഗംഭീരമായ ഒരു പ്രകടനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ഈ അയോധ്യയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കണം? ഇതിനകത്ത് 2-3 കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസിന് വളരെ ആദർശപരമായ ഒരു നിലപാടല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിന് പറ്റുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിനകത്ത് എടുക്കേണ്ടത്. അതായത് കോൺഗ്രസ് നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അവര് ഹിന്ദു വിരുദ്ധരായി മുദ്രകുത്തപ്പെടുന്ന ഒരു സാഹചര്യം നിലവിൽ വരും. ഹിന്ദു വിരുദ്ധരായിട്ട് ഉത്തരേന്ത്യയിൽ മുദ്രകുത്തപ്പെട്ടിട്ട് കോൺഗ്രസിന് ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റില്ല. അവര് അതേസമയം അവര് പങ്കെടുത്തു കഴിഞ്ഞാൽ അവരെ മുസ്ലിം വിരുദ്ധരാക്കാൻ ഇന്ത്യ മുന്നണിയിലെ തന്നെ കക്ഷികൾ ശ്രമിക്കുകയും ചെയ്യും. ഉദാഹരണമായിട്ട് കേരളത്തിലെ CPM അതിമാരകമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കാതിരിക്കുകയോ BJP അധികാരത്തിൽ വരികയോ അധികാരത്തിൽ വരാതിരിക്കുകയോ ഒന്നുമല്ല. അവർക്ക് ബേസിക്കലി കേരളത്തിൽ നിന്ന് 4 സീറ്റ് അധികം കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പങ്കെടുത്തു കഴിഞ്ഞാൽ മുസ്ലിം വിരുദ്ധരാക്കും, അതും
പാർട്ടികൾ ചെയ്യും. അത് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികളല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ സ്ഥിരമായിട്ട് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന CPM പോലെയുള്ള പാർട്ടികൾ അവരല്ലേ അങ്ങനെ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കാര്യം എടുക്കാം. മുസ്ലിം ലീഗ് അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോയിട്ടില്ല. അവർ സംയമനത്തോടു കൂടിയാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാത്ത രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതെ, കാരണം മുസ്ലിം ലീഗിന് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് കോൺഗ്രസ് തിരിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്ന് താല്പര്യമുണ്ട്, BJP അധികാരത്തിൽ നിന്ന് ഇറക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പൊ അതുമൂലം അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത് മൃദു ഹിന്ദുത്വം കൊണ്ട് മാത്രം വിജയിക്കാൻ പറ്റുന്ന, BJP അവിടെ തീവ്ര ഹിന്ദുത്വം തന്നെയാണ് പയറ്റിയത്. പക്ഷേ മിനിമം മൃദു ഹിന്ദു അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിന്റെ അവിടുത്തെ മുഴുവൻ അടിവേരും പിഴുതു പോയത് ഈ അടുത്ത കാലത്ത് മാരകമായിട്ട് കോൺഗ്രസിന് അവിടെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അത് ഇല്ലാതായി പോയത് തന്നെ അവർ സ്വീകരിക്കാൻ ശ്രമിച്ച ചില ലിബറൽ നിലപാടുകളുടെ കൂടി എന്താ പറയുക ഫലമാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് കോൺഗ്രസ് ഈ സംഭവത്തെ മുൻകൂട്ടി കണ്ടില്ലെന്നും ഇതിനെ എങ്ങനെ നേരിടണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചില്ലെന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത് BJP ആഘോഷിക്കാൻ നോക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് മേൽ ഹിന്ദു സമുദായം നേടിയ വിജയം എന്ന നിലയ്ക്ക് തന്നെയാണ്. അപ്പൊ ഈ ഹിന്ദു സമുദായത്തിന്റെ വിജയം എന്ന നിലയ്ക്ക് പ്രസന്റ് ചെയ്തിട്ട് അതുവഴി പരമാവധി ഹിന്ദു വോട്ടുകൾ സ്വാംശീകരിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനാണ് അവരുടെ ശ്രമം. ഇതിനകത്ത് കോൺഗ്രസ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് രാമനെ, ഈ പറഞ്ഞ ഗാന്ധിജിയുടെ രാമനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ബദൽ. അതിനവർക്ക് കഴിഞ്ഞില്ല. കാരണം ഗാന്ധിജിയുടെ രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സകല ജനങ്ങളുടെയും സമാധാനത്തിന്റെയും പ്രതിരൂപമായ രാമനാണ്. ആ രാമനെ കൊണ്ടിറക്കിയിട്ട് ഇത് മുസ്ലിമിന്റെ പേരിൽ ഹിന്ദു നേടിയ വിജയമല്ല, ഇത് ഹിന്ദു മുസ്ലിം തമ്മിലുള്ള മത്സരമല്ല, ഇത് ഒരു രാമന്റെയും ഒരു റഹീമിന്റെയും ഒരുപോലുള്ള വിജയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ കോൺഗ്രസിന് നേരത്തെ കഴിയണമായിരുന്നു. കാരണം ഇത്രയും ശക്തമായ അങ്ങനെ ഒരു ശ്രമമാണോ ഇപ്പോൾ ബീഹാറിൽ നടത്തുന്നത്? ഇപ്പോൾ നിതീഷ് കുമാർ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ നിതീഷ് കുമാർ BJP-യുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഇതിനിടയിൽ മറ്റ് പൊളിറ്റിക്സുകളും കടന്നു വരുന്നുണ്ട്. അതെ, ഇതിനെ എല്ലാ മുന്നണികൾക്കും സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം. എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇന്ത്യ മുന്നണിയിൽ നിലനിൽക്കുന്ന മമതാ ബാനർജി ബംഗാൾ വിട്ടുകളഞ്ഞിട്ട് ഇന്ത്യ മുന്നണി വിജയിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. ഇന്ത്യ മുന്നണി ഡൽഹിയിൽ അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും മമതയുടെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് ബംഗാൾ രാഷ്ട്രീയം തന്നെയാണ്. DMK എടുത്തു നോക്കുക. DMKയിൽ ഈ പറഞ്ഞ പോലെ രാമജന്മഭൂമി അവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ രാമക്ഷേത്രം പണിതാലും ഇല്ലെങ്കിലും DMKയുടെ വോട്ട് ബാങ്കുകളെ തമിഴ്നാട്ടിൽ സ്വാധീനിക്കില്ല. കേരളം എടുത്തു നോക്കുക. കേരളത്തിലെ രാമജന്മഭൂമി എന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിൽ വലിയ ചലനം ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. അത് മാത്രമല്ല, ഈ സംഭവത്തിൽ കോൺഗ്രസിന് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും CPM-ന് അതൊരു പ്രശ്നമല്ല. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നോ ഇല്ലെന്നുള്ള CPM-ന്റെ കേസേ അല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാൻ ഇവിടുന്ന് പരമാവധി MP-മാരെ വിജയിപ്പിച്ചുപെടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏത് സപ്പോർട്ട് സ്വീകരിക്കാനും അവർക്ക് അല്ലെങ്കിൽ ഇതുവഴി മുസ്ലിം സപ്പോർട്ട് സ്വീകരിക്കാൻ അവർക്ക് കഴിയുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുണ്ടല്ലോ, പോകേണ്ട എന്നുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടില്ല. ഇപ്പോൾ ആദ്യം ദിഗ്വിജയ് സിംഗ് പറഞ്ഞപ്പോഴും കോൺഗ്രസ് ക്ഷണം സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ടാക്ടിക്കലായുള്ള സ്റ്റാൻഡ് കോൺഗ്രസ് എടുത്തു എന്ന് അപ്പോൾ തന്നെ മനസ്സിലായല്ലോ. പക്ഷെ പിന്നീട് വിവാദമായതോടുകൂടിയാണ് കാത്തിരിക്കൂ എന്നുള്ള കാര്യം പറഞ്ഞത്. നിലവിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡിൽ പ്രശ്നമുണ്ടോ അങ്ങനെ വരുമ്പോൾ? കാരണം ആ സമയമാകുമ്പോഴേക്കും നമ്മൾ അറിയിക്കാം, പാർട്ടി അറിയിക്കും, ഒരു തീരുമാനമെടുക്കുമെന്ന് പറയുന്നതിൽ പ്രശ്നമുണ്ടോ? ഇപ്പൊ അവര് ടൈം ബൈ ചെയ്യുകയാണെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പൊ അവരുടെ സ്ട്രാറ്റജി ഇല്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. അല്ലാതെ അവർ സ്ട്രാറ്റജി ഉണ്ടാക്കി വെച്ചിട്ട് അത് സമയാസമയങ്ങളിൽ പുറത്തിറക്കാൻ നിൽക്കുകയല്ല, മറിച്ച് അവരുടെ ഒരു സ്ട്രാറ്റജി ഇല്ലാത്തത് മൂലം ഈ സംഭവം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കൃത്യമായി യാതൊരു പിടിപാടുമില്ല എന്നാണ് മനസ്സിലാവുന്നത് നിലവിൽ. കാരണം ഓരോ സംസ്ഥാനങ്ങളിൽ, കാരണം ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് 2024 തെരഞ്ഞെടുപ്പില് ഈ കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുത്താൽ അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കിയിട്ട് CPM കേരളത്തില് മുസ്ലിം വോട്ടുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. അപ്പൊ അതുമൂലം 19 സീറ്റുകളുടെ കോൺഗ്രസിന്റെ ഒരു 10 സീറ്റോ അല്ല 5 സീറ്റോ അല്ല 8 സീറ്റെങ്കിലും CPM-ന് അതേ രീതിയിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ CPM-ന് അതൊരു വലിയ നേട്ടമാണ്. അപ്പൊ അവർ ഇന്ത്യ മുന്നണിക്ക് ഇത് സംഭവിക്കുന്നുള്ളതല്ല അവരുടെ പ്രശ്നം.
അവരുടെ പ്രശ്നം ഇത് എങ്ങനെ രാഷ്ട്രീയമായിട്ട് അവരവരുടെ നിലനിൽപ്പിൽ ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ തലത്തിൽ നോക്കുമ്പോൾ ഇത് മുൻകൂട്ടി കാണാൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് പറ്റിയില്ല. അല്ലെങ്കിൽ 2024 ഇലക്ഷന് മുമ്പ് ഇതൊരു വലിയ ഗിമ്മിക്ക് വരും, അത് കഴിഞ്ഞ തവണ പുൽവാമയായിരുന്നെങ്കിൽ ഇത്തവണ രാമജന്മഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളത് മുൻകൂട്ടി കാണാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പരാജയമാണ്. ശരി, ശ്രീ മോഹൻ വർഗീസ്, അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് നിലവിൽ പ്രസക്തി ഉണ്ടോ ഇല്ലയോ? ഇപ്പോൾ അയോധ്യ രാമക്ഷേത്ര വിഷയം കൂടി, ഈ പ്രതിഷ്ഠാ ദിനം കൂടി വന്നതോടുകൂടി ഇനി എന്ത് പ്രസക്തി ഇന്ത്യ മുന്നണിക്കുണ്ട്? തമ്മിൽ പോലും ഒരു ഐക്യത്തിലേക്ക് വരാൻ ഇപ്പോൾ പറ്റുന്നില്ല. ഒരു യോഗം കൂടി രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും. പക്ഷേ അങ്ങനെ വന്നപ്പോൾ വീണ്ടും ഈ വിഷയം വന്നു, ശ്രീരാമക്ഷേത്ര വിഷയം വന്നു. അതോടുകൂടി ഇനി ഇന്ത്യ മുന്നണി, ഈ പകച്ചു നിൽക്കുന്ന മുന്നണിക്ക് എന്ത് പ്രസക്തിയാണ് ഇപ്പോഴുള്ളത് നിലവിൽ? യഥാർത്ഥത്തിൽ മഞ്ജുഷ്, 39% വോട്ട് മാത്രമാണ് NDAക്ക് 2019 തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അത് കുറച്ചുകൂടി മെച്ചപ്പെട്ടാൽ പോലും 45%-ലധികമാകാനുള്ള സാധ്യത കുറവാണ്. കാരണം അതൊരു സാച്ചുറേഷൻ പോയിന്റ് നിൽക്കുകയാണ്. അപ്പോഴും NDA ഇതര കക്ഷികൾക്കാണ് 55%-എങ്കിലും പിൻബലം. ഇവിടെ നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും 3 പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് അവരുടെ ആവനാഴിയിലുള്ളത്. രാമക്ഷേത്രം മാത്രമല്ല, രാമക്ഷേത്രം ഒരുപക്ഷെ ഹൈന്ദവ ദേശീയതയുടെ, സാംസ്കാരിക ദേശീയതയുടെ കുന്തമുന തന്നെ ആയിരിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ 2 കാര്യങ്ങളും കൂടെ ഉണ്ട്. ഒന്ന്, ദേശീയ സുരക്ഷ. ആ ദേശീയ സുരക്ഷയും രാമക്ഷേത്രത്തെ എല്ലാം ചേർത്തുകൊണ്ടാണ് BJP പൊതുഞ്ഞാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വികസന അജണ്ടയും. എവിടെയെല്ലാം വികസന സാധ്യതയുണ്ടോ, എവിടെയെല്ലാം വികസനത്തിൻ്റെ മറവിൽ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, പ്രൊപ്പഗാൻഡയുടെ മെഷീനറി ഉണ്ടോ, അവിടെ എല്ലാം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നല്ല ഒന്നാന്തരം PR വർക്കിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അത് തെറ്റൊന്നുമല്ല, അത് തീർച്ചയായും പ്രധാനമന്ത്രിയുടെ അവകാശമാണ്, ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ അവകാശമാണ്. PR ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വികസന നേട്ടങ്ങൾ പരമാവധി ആഘോഷിക്കുക, ജനങ്ങളിലെത്തിക്കുക എന്നത്. അതുകൊണ്ട് രാമജന്മഭൂമി മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഈ 3 ആവനാഴിയിലെ 3 പ്രധാനപ്പെട്ട ആയുധങ്ങൾക്ക് ബദലായി 2 ആയുധങ്ങളെ അവശേഷിച്ചിട്ടുള്ളൂ. അതിലൊന്നാണ് സെക്യുലറിസം, മതനിരപേക്ഷത. നേരത്തെ ശ്രീ സിബി സത്യൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗാന്ധിജി, മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു ശ്രീരാമനുണ്ട്, രാമൻ്റെ രാജ്യമുണ്ട്, രാമരാജ്യം. രാമരാജ്യം എന്ന സങ്കല്പം, ആ സങ്കല്പത്തെ ഒന്നുകൂടി നവഭാരതത്തിൽ രാമരാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒന്നാന്തരം സെക്കുലർ സ്റ്റേറ്റ് ആണ്. റാമിനും റോബർട്ടിനും റഹീമിനും ഒരുമിച്ച് വസിക്കാൻ കഴിയുന്ന മധുര മനോജ്ഞമായ ഒരു സെക്കുലർ പോളിറ്റിയാണ്. അത് മതത്തിൻ്റെ വഴി വിടുകയും രാഷ്ട്രത്തിൻ്റെ വഴി വിടുകയും എല്ലാ മതങ്ങളെയും ഒരുപോലെ സമഭാവനയോടെ കാണാൻ ഭരണകൂടം ശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു ഭരണഘടനയുടെ ചാരുത, ഭരണഘടനയുടെ അന്തസത്ത, അത് ഒരിക്കൽ കൂടി ഒരു ഡിബേറ്റിന് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ 55% അവരുടെ മനസ്സിലേക്ക് കോൺഗ്രസ് പാർട്ടിക്കും INDA മുന്നണിക്കും ഇറങ്ങാൻ കഴിയുക. നമുക്ക് വെറുതെ കണക്കിലെ കളിയായിട്ട് അത് പറഞ്ഞു പോകാം എന്നല്ലാതെ ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നിലപാടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ ഈ 55% സ്വാധീനിക്കാൻ പറ്റും? അല്ല, ഇവിടെ മഞ്ജുഷ് നിലപാടെടുക്കണം. ഞാനതാണ് പറഞ്ഞത്, ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസ് പാർട്ടി നിലപാടെടുക്കുക മാത്രമല്ല, ആ നിലപാട് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയും വേണം. അത് ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ പോലെ ഇവിടെ നിന്നുകൊണ്ട് ശ്രീ സതീശൻ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. പറയേണ്ടവർ പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി മുതലെടുക്കും. അത് കഴിഞ്ഞ് അങ്ങനെ മുതലെടുത്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം പോയേ എന്ന് വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ കൊണ്ടുവരാമെന്ന് ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഈ ആവനാടിൽ അവശേഷിക്കുന്നു എന്ന് പറഞ്ഞത്. അതിൽ ഒരു കാര്യം ഈ സെക്യുലർ ഡിബേറ്റാണ്. ആ സെക്യുലർ ഡിബേറ്റിനെ ഹിന്ദുത്വ ഡിബേറ്റ് അല്ല, മൃദു ഹിന്ദുത്വ ഡിബേറ്റ് അല്ല, മറിച്ച് ജെനുവിൻ സെക്യുലർ ഡിബേറ്റിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാകുന്നവർക്കെങ്കിലും മനസ്സിലാകട്ടെ. സൗത്ത് ഇന്ത്യയിലെങ്കിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അവിടുത്തെ വടക്കേ ഇന്ത്യയിലെ ഹിന്ദു വോട്ട് ബാങ്ക് ശ്രീരാമനെ തള്ളിക്കളയാതെ തന്നെ രാമക്ഷേത്രം എന്ന ഒരു സങ്കല്പത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെയും ഭരണഘടനയും അവരുടെ വിധികളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് ഉറപ്പുവരുന്നത്. അതിനോടൊപ്പം തന്നെ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി, അതാണ് ഇവിടെ കാസ്റ്റ്. മതത്തെ നേരിടാനുള്ള ഒന്നാന്തരം വഴിയല്ലേ ജാതി, ജാതിയെ നേരിടാനുള്ള വഴിയല്ലേ മതം. ഇത് നമുക്ക് കാണിച്ചു തന്നത് 1989 മുതൽ 91 വരെയുള്ള ഇന്ത്യയുടെ
പൊളിറ്റിക്കൽ പ്രോസസ്സിൽ ശ്രീ വി പി സിംഗ് ആണ്. ഒരു വലിയ അജണ്ടയുമായി ഇന്ത്യ മുന്നണി വന്ന സമയത്താണ് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിന്റെ മഹത്വത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. ജാതി സെൻസസ് എന്ന ഒരു വലിയ അജണ്ട മുന്നോട്ട് വെച്ചപ്പോൾ ഇന്ത്യ മുന്നണി ഇതാ ശക്തി നേടാൻ പോകുന്നു എന്നുള്ള ഒരു വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകളിൽ തട്ടിത്തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ആ സമയത്താണ് ഈ വിഷയവും വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ത്യ മുന്നണി 2 സ്റ്റെപ്പ് പുറകോട്ട് പോകേണ്ട ഗതികേടിലാണ് ഇപ്പോൾ. അല്ല, അങ്ങനെ വരില്ല ശ്രീ മഞ്ജുഷ്. കാരണം നമ്മൾ 89 നമ്മളൊന്ന് റീവൈൻഡ് ചെയ്യുക. അവിടെ ശ്രീ വിശ്വനാഥ് പ്രതാപ് സിംഗ് അധികാരത്തിൽ വന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ USP? അന്ന് രഥയാത്രയുമായി അദ്വാനി ഇറങ്ങാൻ പോകുമ്പോൾ കമണ്ടലായിരിക്കും വിഷയം. രാമക്ഷേത്രത്തിന്റെ ആദ്യ സ്ഫുലിംഗങ്ങൾ വരുന്നത് പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ഉദ്ഭവം ആ സമയത്താണ്. അത് ഒരു കോൺസെപ്ച്വലൈസേഷൻ സ്റ്റേജിലായിരുന്നതിന് മുൻപ് ശിലാന്യാസമൊക്കെ നടന്നപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അതിനുശേഷം രഥയാത്രയുമായി ഇറങ്ങുമ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? ആ നറേറ്റീവിനെ കംപ്ലീറ്റ്ലി, ഹിന്ദു കൺസോളിഡേഷനെ കംപ്ലീറ്റ്ലി ചിതറിച്ചുകൊണ്ടാണ് ജാതി വരുന്നത്, റിസർവേഷൻ വരുന്നത്, മണ്ഡലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് വരുന്നത്. അപ്പോൾ കമണ്ടലിനെതിരെ മണ്ഡൽ വിജയിക്കുന്ന കാഴ്ച നമ്മൾ 89 കണ്ടു. ഒരിക്കൽ കൂടി നോക്കുക, ഇന്ത്യയുടെ ജനസംഖ്യയുടെ 69-70% മുസ്ലിങ്ങളും OBCയും ചേർന്നതാണ്. മുന്നാക്ക വിഭാഗങ്ങൾ വളരെ കുറവാണ്, 20% താഴെയാണ്. അങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ ഒരു നമ്പേഴ്സ് ഗെയിമാണ്, ജനാധിപത്യം ഒരു നമ്പേഴ്സ് ഗെയിമാണ്. ഇവിടെ ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തകർക്കാനൊന്നും കഴിയില്ല, രാമക്ഷേത്രത്തെയും തകർക്കാൻ കഴിയില്ല, അതിനെ തുച്ഛീകരിച്ച് കാണാനുമാവില്ല. പക്ഷേ അതിനെതിരായ ഒരു നറേറ്റീവും ബദലും വരണമെങ്കിൽ അത് സോഷ്യൽ ജസ്റ്റിസ് ഫോഴ്സസ് ആണ്. അതിന് ഇന്ത്യയുടെ സോഷ്യലിസ്റ്റുകൾ, ചിതറി നിൽക്കുന്ന സോഷ്യലിസ്റ്റുകൾ, ചിതറി നിൽക്കുന്ന മതേതരവാദികൾ, ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന കോൺഗ്രസ്, CPM പോലെയുള്ള കക്ഷികൾ, ഇവർക്ക് യോജിക്കാവുന്ന സോഷ്യൽ ജസ്റ്റിസ് ഫോർമുലയും അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിലുള്ള ഒരു സെക്യുലർ കാഴ്ചപ്പാടും ഒരുമിച്ച് വെക്കുക എന്നതല്ലാതെ മറ്റ് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. അതിന് വേണ്ടത് ടെൻറ്ററ്റീവ്നെസ് അല്ല, അതിനകത്ത് സന്നിഗ്ധതയല്ല വേണ്ടത്, അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ കഴിയണം. അല്ല, അതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഒരു നേതാവാണ്. അങ്ങനെ ഒരു നേതാവിൻ്റെ അഭാവമാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നേരിടുന്നതും. ഒരു വിഷയം, ഒരു വാക്ക്, അവിടെയും ഈ BJPയുടെ ഓപ്പറേഷണൽ സിസ്റ്റം അല്ല INDAയുടേത്. ഓർക്കണം, ഇൻക്ലൂസീവ് കോയലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് വിതിൻ കോട്ട്സ് ഇൻക്ലൂസീവ് കോയലീഷൻ. ഇൻക്ലൂസീവ് എന്ന് പറയുന്നത് ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പാർട്ടി എല്ലാ പാർട്ടിയേക്കാൾ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന ആ രീതിയല്ല. ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടി, അതിൻ്റെ നേതാവ് ശ്രീ നരേന്ദ്രമോദി ഒരു വലിയ ഒരു മോണോലിത്തായി ഉയർന്നു നിൽക്കുകയാണ്. അതിനോടൊപ്പം തലപ്പൊക്കത്തിൽ നിൽക്കാൻ മറ്റ് നേതാക്കൾ NDAയിലില്ല. എന്നാൽ INDA അങ്ങനല്ല, ഒരു ഫെഡറൽ, കോൺഫെഡറൽ, ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന ഒരു നാരേറ്റീവ് മാത്രമേ പറ്റൂ. ഭാരതീയ ജനതാ പാർട്ടി അതേ നാണയത്തിൽ തിരിച്ചാക്രമിക്കാൻ, ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചാൽ ഇതിനുള്ളിൽ ഇന്ത്യ മുന്നണിയിൽ പൊട്ടിത്തെറി നടക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. പെൻസിഷ്, അങ്ങനെയാണെങ്കിൽ ഒരു നേതാവിനെ അവിടുന്ന് തന്നെ ഉയർത്തി കാണിക്കുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഖർഗെ ഉയർത്തി കാണിക്കുവാനായിട്ട് മമതാ ബാനർജി ശ്രമിച്ചുവല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അത് നന്നാക്കാനാണോ മോശമാക്കാനാണോ എന്ന കാര്യത്തിലെ സംശയമുള്ളൂ. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ സിബി സത്യൻ പറഞ്ഞത് ന്യൂനപക്ഷത്തിന് മേൽ ഭൂരിപക്ഷത്തിൻ്റെ വിജയം അത് BJP ആഘോഷിക്കുകയാണ് എന്നാണ്. അതിനുള്ള മറുപടി? അങ്ങനെ പാടില്ല. അങ്ങനെ ന്യൂനപക്ഷത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും പരാജയമോ വിജയമോ അല്ല. 2.77 ഏക്കറിന് പകരം 5 ഏക്കറോളം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കുകയും ഒരുപാട് കാലമായി ചരിത്രമുള്ള ഈ ഡിബേറ്റ് അല്ലെങ്കിൽ തർക്കം പരിഹരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത് ഇന്ത്യയുടെ പൊതുവിലുള്ള വിജയമാണ്. ആ വിജയമായിട്ട് എടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ധന്നിപ്പൂർ മോസ്ക് വരുമ്പോഴും നമുക്ക് അതും ആഘോഷിക്കാൻ കഴിയണം. അവിടെ നമുക്ക് എല്ലാവർക്കും പോകാൻ കഴിയണം. 2 കാര്യങ്ങൾ. ഇനി രാഷ്ട്രീയം കൂടെ പറയാം, പച്ചയായി രാഷ്ട്രീയം പറയാം. മോഹൻ സാർ പറഞ്ഞതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സാർ, ഈ മതേതരത്വം എന്നൊരു കാര്യമില്ല, മതസൗഹാർദ്ദമേ ഉള്ളൂ. ഈ നെഹ്റൂവിയൻ സെക്യുലറിസം എന്നുള്ളത് ഒരു ഇമാജിനറി കൺസ്ട്രക്റ്റാണ്, അല്ലെങ്കിൽ വെറും സങ്കല്പത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നെഹ്റുജി തന്നെ പ്രധാനമന്ത്രിയാകുന്നത് ഇന്ത്യക്ക് ഒരു ബാലൻസ് ഉണ്ടാകട്ടെ എന്ന് മഹാത്മാഗാന്ധി തീരുമാനിക്കുകയും സർദാർ പട്ടേലിനോട് മാറി നിന്ന് നെഹ്റുജിക്ക് പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കാൻ പറഞ്ഞുകൊണ്ടുമാണ്. ഈ മതനിരാസം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെയും ചിലവാകില്ല. ഇതൊരു ലെഫ്റ്റ് ലിബറൽ സ്പെക്ട്രത്തിലെ ചിന്തയാണ്. ഒരു പരിധിക്കപ്പുറം ഒന്നും ഇത് പ്രായോഗികമല്ല. കാര്യം വാനരസേന ഉണ്ടാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി നല്ല വിശ്വാസിയായിരുന്നു, രാജീവ് ഗാന്ധി അടക്കമുള്ള ഒരു വിശ്വാസിയായിരുന്നു. അപ്പൊ ഈ മതനിരാസം, നിരീശ്വരവാദം, എത്തീസം, അഗ്നോസ്റ്റിക് ടു എത്തീസം, ഇത് പ്രായോഗികമല്ല. 2, മണ്ഡലും കമണ്ഡലും
തമ്മിലും രണ്ടും രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിനപ്പുറം ഇന്ത്യയെ യുണൈറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ധാര നമുക്ക് വേണ്ടേ? ഗാന്ധിജി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗാന്ധിജി മതേതരവാദിയായിരുന്നു, മതസൗഹാർദ്ദവാദിയായിരുന്നു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം പൂന പാക്ട് ആണ്. പൂന പാക്ട് എന്ന് പറയുന്നത് 1932 ഹിന്ദുക്കളെ ജാതികളായി വിഭജിക്കാനെന്ന് ബ്രിട്ടീഷുകാർ ഒരു തന്ത്രം കൊണ്ടുവന്നു. കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് റാംസെ മക്ഡൊണാൾഡ് കൊണ്ടുവന്ന കമ്മ്യൂണൽ അവാർഡിൽ ഇന്ത്യക്കാരെ വ്യത്യസ്ത ജാതികളായി, അല്ലെങ്കിൽ ജാതികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കൂട്ടാനും തമ്മിൽ അടുപ്പിക്കാനും ഉള്ളൊരു തന്ത്രമായിരുന്നു. മഹാത്മാഗാന്ധി 7 ദിവസത്തോളം നിരാഹാര സത്യാഗ്രഹം കടന്നു. ഞാൻ മരിച്ചാൽ മാത്രമേ ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കൂ. ഐ വിൽ നോട്ട് അലൗ ഹിന്ദുസ് ടു ബി ഡിവൈഡഡ് ഓൺലി അൺടിൽ മൈ ഡെഡ് ബോഡി, അല്ലെങ്കിൽ ഓൺലി ഓവർ മൈ ഡെഡ് ബോഡി. ചില സാങ്കേതിക പ്രശ്നമുണ്ട്, രാഹുലിലേക്ക് വരാം. ശ്രീ സിബി സത്യൻ, ഇവിടെ ശ്രീ മോഹൻ വർഗീസ് നടത്തിയ നിരീക്ഷണങ്ങൾ, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? മോഹൻ സാർ പറഞ്ഞതുപോലെ ഈ പറഞ്ഞത് ഒരു ഏക നേതാവിന് പകരം സമാനനായ മറ്റൊരു നേതാവിനെ കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആത്മഹത്യാപരം തന്നെയാണ്, അല്ലെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരം തന്നെയാണ്. അപ്പൊ ഒരു പ്രധാന നേതാവിനെ ചൂണ്ടിക്കാണിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ തകർത്ത് കളയാൻ, അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ നേതാവിന്റെ എല്ലാ ഇമേജും തകർത്ത് കളയാൻ പറ്റുന്ന സകല സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങളും BJPയുടെ പോൾ സ്ട്രാറ്റജിസ്റ്റുകളുടെ കയ്യിലുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു കോൺഫെഡറേഷൻ ഓഫ് ലീഡേഴ്സിനെ മുന്നിൽ നിർത്തി കളിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സംഭവം. കാരണം ഈ നിലവിലുള്ള കണ്ടീഷനിൽ ഇപ്പം മോദിക്ക് ശേഷം ആര് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഒരു പകരം സംവിധാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ NDAയ്ക്കില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഏകശിലാകൃതമായ ഒരു നായക വേഷമാണ് ശ്രീമൻ നരേന്ദ്രമോദിക്ക് BJPയിലുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സക്സഷൻ എന്താണ് തുടങ്ങിയ ഒരു തരത്തിലുള്ള ചർച്ചകൾ പോലും എവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. അപ്പൊ അതിനെതിരായിട്ട് ഈ പറഞ്ഞ കോൺഫെഡറേഷൻ ഓഫ് ലീഡേഴ്സിനെ നിർത്തിയിട്ട് കൂടുതൽ സീറ്റ് ലഭിച്ച ശേഷം സീറ്റുകൾ കൂടുതൽ കിട്ടുന്ന കക്ഷിക്ക് ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി സ്ഥാനമോ അത്രമോ, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് എത്താൻ കഴിയുമെങ്കിൽ, അങ്ങനെ ഒരു മാജിക് നമ്പറിലേക്ക് അവർക്ക് എത്താൻ കഴിയുമെങ്കിൽ അതിനുശേഷം അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ നല്ലത്. കാരണം അല്ലെങ്കിൽ ഏതൊരാൾ വന്നാലും, ഏതൊരു പേര് ഉയർന്നു വന്നാലും അതിനെതിരെ എതിർപ്പുകൾ സ്വാഭാവികമായിട്ട് വരും. ഉദാഹരണമായിട്ട് മമതാ ബാനർജിയുടെ പേര് വന്നാൽ അത് വെട്ടാൻ എന്തായാലും CPM-ഉം ഈ പറഞ്ഞതുപോലെ കോൺഗ്രസും അല്ലെങ്കിൽ നിതീഷ് കുമാർ ശ്രമിക്കും. നിതീഷ് കുമാറിന്റെ പേര് ഉയർന്നു വന്നാൽ അതിനെ വെട്ടാൻ തേജസ്വി യാദവും ഈ പറഞ്ഞതുപോലെ മമതയും ശ്രമിക്കും. ഇങ്ങനെ എല്ലാ കേസുകളിലും ആരുടെ പേര് ഉയർന്നു വന്നാലും അതിനെല്ലാം വെട്ടാൻ ഈ മുന്നണിയിൽ തന്നെ ഘടകകക്ഷികൾ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ഘടകകക്ഷികൾ ഭയങ്കര ഹൃദയബന്ധമുള്ള ആൾക്കാരൊന്നും അല്ല. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ പൊതുവായിട്ട് നിർത്തുന്ന ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അവർക്ക് നയപരമായിട്ടോ ആശയപരമായിട്ടോ പല കാര്യങ്ങളിലും ഒരു കാരണവശാലും ഒരേ ബെഞ്ചിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന് പറയുന്ന ഒരു കോമൺ അജണ്ടയുടെ പുറത്താണ് അവരെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ ആ അജണ്ട കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി, അല്ല അതിനപ്പുറത്തേക്ക് ഹൃദയബന്ധമില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് നന്നാവണമെന്ന് CPM-നോ, CPM നന്നാവണമെന്ന് മമതയ്ക്കോ, മമത നന്നാവണമെന്ന് DMK-ക്കോ ആർക്കും ആഗ്രഹമില്ല. അപ്പൊ ഇവരെല്ലാം അവരവരുടെ സ്ട്രോങ് ഹോൾഡുകളിൽ അവരുടെ കാലുറപ്പിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഇന്ത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായിട്ട് എങ്ങനെയെങ്കിലും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 55% വോട്ടുകൾ, NDAയ്ക്ക് എതിരെയുള്ള 55% വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായെങ്കിൽ അത് ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ടോ അതുവഴി ജനാധിപത്യത്തിന്റെ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ടും കാണുന്നു എന്ന് മാത്രമാണ് നമ്മളിതിനെ കാണേണ്ടത്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, നേരത്തെ സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് തുടരാം. പെട്ടെന്ന്, അതായത് യഥാർത്ഥത്തിൽ ഈ ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ ഒരു ഗാന്ധിയൻ രാഷ്ട്രീയധാര നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന മണ്ഡലിന്റെ സ്ട്രാറ്റജി, അതായത് ഹിന്ദുക്കളെ വിഭജിക്കുന്ന സ്ട്രാറ്റജി ഇല്ല, കമണ്ഡലിന്റെ സ്ട്രാറ്റജി, ഇനി പള്ളി പൊളിച്ചാലേ ഹിന്ദുത്വം വരുന്ന സ്ട്രാറ്റജി ഇല്ല. ഇന്നും കോൺഗ്രസിന് ഇങ്ങനെ നേതാക്കളുണ്ട്. മുമ്പ് പ്രണബ് കുമാർ മുഖർജി ഉണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ പ്രണബ് കുമാർ മുഖർജി ശ്രീ മൻമോഹൻ സിംഗിന് പകരം പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ശ്രീ നരേന്ദ്രമോദിക്ക് ഇങ്ങനെ കളം നിറഞ്ഞാടാനുള്ള സ്പേസ് കിട്ടുമായിരുന്നു. ഇത്രയും ഏറ്റവും നല്ല UPAയുടെ ട്രബിൾ ഷൂട്ടർ ആയിരുന്ന പ്രണബ് കുമാർ മുഖർജി മാറ്റിയത് എന്തുകൊണ്ടാണ്? സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയല്ലേ? ഇന്ന് ശ്രീ ശശി തരൂർ ഇന്ത്യ ലോകം കണ്ട ഒരു വിശ്വപൗരനാണ്. നമ്മുടെ NSSന്റെ ആരാധനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാർ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. ഓഫ് കോഴ്സ് ഒരുപാട് ബാക്കിങ്ങും സപ്പോർട്ടും വേണം. പക്ഷേ ഒരു വിശ്വപൗരൻ എന്ന രീതിയിൽ നരേന്ദ്രമോദിക്കെതിരെ വെല്ലുവിളി ഉയർത്താം. എന്താ ഉയർത്താത്തത്? ശശി തരൂറിന് പകരം ആദിർ രഞ്ജൻ ചൗധരിയെ അതിന്റെ ലീഡർ ആക്കിയ പിന്നെ കോൺഗ്രസിന് എങ്ങനെ തിരിച്ചു വരാൻ കഴിയുമെന്നാണ് പറയുന്നത്. ആദിർ രഞ്ജൻ ചൗധരിയോട് ഒരു ബഹുമാനക്കുറവുമില്ല. പക്ഷേ ആദിർ രഞ്ജൻ ചൗധരിയെയും ആര്യ
ആര്യന്മാരും സവർണ ഹിന്ദുക്കളും അല്ല ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്നു പറയുന്ന ഖാർഗേജിയെയും ഒക്കെ ആക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഹിന്ദി ഹൃദയഭൂമി പിടിക്കാൻ പറ്റുക? അപ്പൊ സ്വാർത്ഥ ലാഭങ്ങൾ വെച്ച് പോവുകയാണെങ്കിൽ ഈ രാജ്യം മുമ്പോട്ട് പോകില്ല. അവിടെയാണ് മഹാത്മാഗാന്ധിയുടെ സ്ഥാനമുള്ള, മഹാത്മാഗാന്ധിയുടെ നന്മയുള്ള ഒരു ഗാന്ധിയൻ രാഷ്ട്രീയധാര വേണം. അവിടെ മതത്തെ ഉപയോഗിച്ച് ഹിന്ദു മുസ്ലിം സ്പർദ്ധയുണ്ടാക്കി വലതുപക്ഷവും, ജാതിയെ ഉപയോഗിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ സ്പർദ്ധയുണ്ടാക്കി ഇടതുപക്ഷവും വരുന്നതിനപ്പുറം ജെനുവിൻലി നമുക്ക് ഇന്ത്യക്കാരന്റെ രീതിയിൽ ഒന്നിക്കാൻ കഴിയുന്ന ഒരു ദർശനമുണ്ട്. ഈ കള്ളത്തരത്തിന്റെ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ജെനുവിൻ യോജിക്കാനുള്ള സ്പേസ് ഇന്ത്യയിലുണ്ട്. ആ സ്പേസിലേക്ക് ഇപ്പോഴാരും കടന്നു വരുന്നില്ലെന്നാണ് പ്രശ്നം. അവിടേക്കാണ് നരേന്ദ്രമോദി നടന്നെടുക്കാനെങ്കിലും ശ്രമിക്കുന്നത്. എന്റെ അമ്മ ചെറിയ പ്രായത്തിൽ അബ്ബാസിന് ആഹാരം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുകയും മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങളോട് നല്ല ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുകയും, ഓഫ് കോഴ്സ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായിട്ട് കുറെ കൂടി നല്ല ബന്ധം വേണമെന്ന് കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ഒരു സെന്റർ റൈറ്റ് എന്നോ സെൻട്രിസ്റ്റ് സ്പേസിലേക്കോ ശ്രീ നരേന്ദ്രമോദി നടന്നെടുക്കുകയാണ്. അപ്പുറത്ത് അദാനിയെ കുറ്റം പറഞ്ഞ് ജാതി സെൻസസ് ആണ് പുരോഗമനം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസിനും ഇന്ത്യക്കും ബാലൻസ് നഷ്ടപ്പെടും. ഇവിടെയാണ് മഹാത്മാഗാന്ധി നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ ഒറ്റ ആൾക്കേ കഴിയൂ. ഇനി മഹാത്മാഗാന്ധി തിരിച്ചെണീച്ച് വന്നാൽ മാത്രമേ നരേന്ദ്രമോദി നിരീക്ഷണത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഹിന്ദുത്വം മാത്രമല്ല ആയുധമാക്കുന്നത്, അതിനപ്പുറത്തേക്കും കടന്നു ചെല്ലുകയാണ് നരേന്ദ്രമോദി എന്ന് രാഹുലിന്റെ ഒരു പരിധിവരെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PR-നെ, പബ്ലിക് റിലേഷൻസിനെ ഇത്രയും ഗംഭീരമായി ഉപയോഗിച്ച മറ്റൊരു പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ആധുനിക ടെക്നോളജിയെ, സോഷ്യൽ മീഡിയയെ ഒക്കെ ഇത്രയും ഗംഭീരമായിട്ട് ഉപയോഗിച്ച മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം വളരെ കൃത്യമായിട്ട് ശ്രീ മോഹൻ തോമസ് സാർ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ PR ഉപയോഗിക്കേണ്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഫോട്ടോഷൂട്ടിലുള്ള ഓപ്പർച്യൂണിറ്റികളും വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടും അതിന് അനുയോജ്യമായ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും നരേന്ദ്രമോദി ആ ഒരു സിംഗിൾ ലീഡർ എന്ന നിലയ്ക്ക് ബഹുദൂരം മുന്നിലാണ്. കാരണം നരേന്ദ്രമോദി സൃഷ്ടിക്കുന്ന ഒരു ഓറ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP-യുടെ വിജയത്തിന് പിന്നിൽ. കാരണം 2019 നടന്ന തെരഞ്ഞെടുപ്പില് കാരണം BJP-യുടെ നേതാക്കന്മാർ പോലും, RSSന്റെ നേതാക്കന്മാർ പോലും ഏതാണ്ട് 220 to 240 സീറ്റുകൾ വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്താണ് നരേന്ദ്രമോദിയുടെ ഒറ്റയാൾ പ്രഭാവം കൊണ്ട് 300-ൽ പരം സീറ്റുകൾ നേടി അവരെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുന്നത്. അപ്പൊ ഇത് നമ്മൾ നിസ്സാരമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിക്ക് ശേഷം എന്ത് എന്നുള്ള ചോദ്യം അവിടെ കിടക്കട്ടെ. പക്ഷെ നരേന്ദ്രമോദി നിലനിൽക്കുന്ന സമയത്ത് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ഒരു സമവാക്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതിനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഈ സമഭാവനയുടെയും ജാതിയും മതവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയം ഈ ജനാധിപത്യത്തിൽ എങ്ങനെ സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. അത് നല്ല സങ്കല്പമാണ്. അത് നമ്മുടെ ചില പ്രസംഗക്കാരൊക്കെ പറയുന്ന പോലെ മനോഹരമായ സങ്കല്പമായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാമെന്നല്ലാതെ പ്രായോഗിക രാഷ്ട്രീയത്തിലും പ്രായോഗിക ജനാധിപത്യത്തിലും അതിനെ എത്രമാത്രം അനുരണനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്റെ ഒരു തോന്നൽ, എന്റെ ഒരു നിരീക്ഷണം, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റി കുറച്ച് അത്യാവശ്യം നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിൽ എല്ലാ കാലത്തും ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്. അതിനെ മുറുകെ പിടിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കോൺഗ്രസ് അതിനെ മുറുകെ പിടിച്ചു തന്നെയാണ് ഈ കാലങ്ങളിലെല്ലാം വിജയിച്ചത്. അതിനേക്കാൾ വലിയ തീവ്രമായ ഒരു സ്റ്റാൻഡുമായിട്ട് BJP വന്നു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഗ്രിപ്പ് പോയത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെല്ലാം മതേതരത്വത്തെ കുറിച്ച് പറഞ്ഞാലും മതസൗഹാർദ്ദത്തെ പറ്റി പറഞ്ഞാലും ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉത്തരേന്ത്യയിൽ നിന്നായിരിക്കെ ഉത്തരേന്ത്യ തിരിച്ചു പിടിക്കണമെങ്കിൽ, ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു സ്വാധീനം ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ മൃദുഹിന്ദുത്വമെങ്കിലും ഉത്തരേന്ത്യയിലെങ്കിലും പറയാൻ കോൺഗ്രസ് തയ്യാറാവുകയും അത് എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് എന്ന് ഇന്ത്യയിലെ മറ്റ് സമുദായങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഉൾക്കൊള്ളുകയും, കാരണം ഭരണത്തിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിയേക്കാൾ സെക്യുലർ ആയിരിക്കും ഭരണത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലീഗ് അങ്ങനെ ഒരു തിരിച്ചറിവിലാണ് നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഈ സമസ്ത നേരത്തെ പള്ളി പൊളിച്ചെടുത്ത് കാലുകുത്തുമോ കോൺഗ്രസ് എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇന്ന് കുറച്ചുകൂടി മൃദുവായ ഭാഷയിൽ അവർ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിനെ അങ്ങനെ കടന്നാക്രമിക്കാതെയുള്ള ഒരു നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിബേറ്റുകൾ കൂടുന്നതിനനുസരിച്ച് കോൺഗ്രസിനോട് ഈ കാര്യത്തിൽ കോൺഗ്രസ് ഒരു യഥാർത്ഥ നിലപാടിലേക്ക് വരും. അത് ഇലക്ട്രൽ പൊളിറ്റിക്സും കൂടി നോക്കിയുള്ള ഒരു നിലപാടായിരിക്കും എന്ന രീതിയിലേക്ക് മറ്റ് സംഘടനകളും വരുന്നു എന്ന് തോന്നുന്ന രീതിയിലാണിത്. വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ എന്തായി മാറുമെന്ന് അറിയില്ല. ശ്രീ രാഹുൽ ഈശ്വർ എന്താണ്? രാഹുൽ എന്താണ്? ഹിന്ദുത്വമല്ല, ഹിന്ദുത്വം എന്ന് പറയുന്നത് RSSന്റെ പോലും ഐഡിയോളജി അല്ല, വീര സവർക്കറുടെ ഐഡിയോളജിയാണ്. ഗുരുജി ഗോൾവാൾക്കർ ഒരു ഹിന്ദുത്വവാദി ആയിരുന്നില്ല, മഹാത്മാഗാന്ധി ഹിന്ദുത്വവാദി ആയിരുന്നില്ല, സ്വാമി വിവേകാനന്ദൻ ഹിന്ദുത്വവാദി ആയിരുന്നില്ല. ഹിന്ദുത്വം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണ്. പക്ഷെ ഹിന്ദു എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ കൾച്ചറൽ സ്പേസ് ഉണ്ട്. BJP പറയുന്നത് ഹിന്ദുത്വം എന്നാണ്. അതാണല്ലോ ഇപ്പോൾ തരൂർ തന്നെ പലതവണയും ഇത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അല്ല, അവിടെയാണ് പ്രശ്നം. ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിന് മേളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഗാന്ധിജി രാമനെയും റഹീമിനെയും ഒരുമിച്ച് കൊണ്ടുപോയി. ഗാന്ധിജി ഹിന്ദു വിശ്വാസിയാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റ്.
മഹാത്മാഗാന്ധിയാണ്. രഘുപതി രാഘവ രാജാറാമിൽ മഹാത്മാഗാന്ധി എഴുതി ചേർത്തതാണ് ഈശ്വരല്ല തെരോന. ഹിന്ദു യൂണിറ്റി പ്ലസ് ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഈ ഇക്വേഷനാണ് മഹാത്മാഗാന്ധിക്കുള്ളത്. ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കുള്ള ഇക്വേഷൻ ജാതി വെച്ച് ഹിന്ദുക്കളെ വിഭജിക്കുക ഒരു വശത്ത്, മറുവശത്ത് മതം വെച്ച് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ വിഭജിക്കുക. ഇടതുപക്ഷത്തിന് ബ്രാഹ്മണനും സവർണനുമാണ് വില്ലൻ, വലതുപക്ഷത്തിന് മുസ്ലിമാണ് വില്ലൻ. ഇതിനപ്പുറം രാമനെയും റഹീമിനെയും റോട്ടിയെയും, അല്ലെങ്കിൽ രാമനെ ഹിന്ദുവിനെ, റഹീമിനെ മുസ്ലിമിനെ, റോട്ടിയെ ഡെവലപ്മെന്റ് ഇഷ്യൂസിനെ ഒരുപോലെ ബ്ലെൻഡ് ചെയ്യാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞു. ഇന്നും അത് കഴിയുന്ന നേതാക്കളുണ്ട്. അങ്ങനെ ഒരാളാണ് ശശി തരൂർ, മുമ്പിരുന്ന ആളാണ് പ്രണബ് കുമാർ മുഖർജി. ഇവരെ മുമ്പിലോട്ട് കൊണ്ടുവരാതെ ആദിർ രഞ്ജൻ ചൗധരിയെയും ഖർഗെയും കൂടി കൊണ്ടുവന്ന് അത് ദളിതിനോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞാൽ ദളിതന്മാര് പോലും ചിരിക്കും. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ശശി തരൂരിനെ തോപ്പിക്കാൻ പല ആൾക്കാരും പോയിട്ട് പറഞ്ഞു മല്ലികാർജുന ഖാർഗെ ദളിതനായിട്ടുള്ള സ്നേഹമാണ്. ദളിതർക്ക് പോലും അറിയാം ഇത് തള്ളാണെന്ന്. അതായത് കൂടുള്ള നായരായ ശശി തരൂരിനെ തോപ്പിച്ചാലേ തങ്ങൾക്ക് സ്ഥാനം കിട്ടുമെന്ന് വിചാരിക്കുന്നവർ ദളിത് സ്നേഹം പറയുമ്പോൾ ആൾക്കാർ they will see through, ആൾക്കാർക്ക് മനസ്സിലാകും. ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ പ്രശ്നം. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ മെച്ചം, ഗാന്ധിജി ആത്മാർത്ഥതയോടാണ് ശ്രീരാമനെ പ്രാർത്ഥിച്ചത്. മഞ്ജുഷ്, ഈ ഹിന്ദുത്വത്തെയും, അതായത് പൊളിറ്റിക്കൽ ഹിന്ദുവിസം, ഹിന്ദു മതത്തെയും വേർതിരിച്ചറിയാനാവാത്ത രീതിയിലുള്ള ഒരു മനോഭാവത്തിൽ, അല്ലെങ്കിൽ ഒരു മനോനിലയിൽ സംവിധായകരെ എത്തിച്ചു നിർത്തുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടി വോട്ടൊക്കെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ, അത് കംപ്ലീറ്റ് വിക്ടറി അല്ലേ, കംപ്ലീറ്റ് വിക്ടറിയാണ്. അങ്ങനെയുള്ള ഒരു മനോനിലയിൽ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ പ്രായോഗികമായി ചിന്തിക്കണം. അങ്ങനെ പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ടാണ് നേരത്തെ ശ്രീ സിബി സത്യൻ പറഞ്ഞതുപോലെ ഒരു മൃദു ഹിന്ദുത്വ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, മൃദു ഹിന്ദുത്വ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, ഹിന്ദു ബിംബങ്ങളെയും ഹിന്ദു ഇമേജുകളെയും ഈ ഹൈന്ദവ ഒരു ദേശീയതയുടെ ഒരു ചെറിയ മൈൽഡ് ഫോം സ്വാംശീകരിച്ചുകൊണ്ട് തന്നെ മാത്രമേ ഏത് രാഷ്ട്രീയ കക്ഷിക്കും, അത് സമാജ്വാദി പാർട്ടിക്ക് പോലും അങ്ങനെ നിലനിൽക്കാനാവൂ. അതൊരു പ്രായോഗികതയാണ്. അതിനെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനായി എന്തുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ മലന്ന് കിടന്ന് തുപ്പുന്നത് പോലെയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. സമസ്ത ആദ്യം ചാട്ടവാറെടുത്തു എങ്കിലും മുസ്ലിം ലീഗ് കുറച്ചുകൂടെ വിവേകം കാണിച്ചു. സമസ്തയും ഇപ്പോൾ കുറച്ചുകൂടെ വഴിക്ക് വരുന്നൊരു മട്ടാണ്. അപ്പം മുസ്ലിം ലീഗിൻ്റെ നിലപാട് പറഞ്ഞു നിൽക്കൂ, അത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നതല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞു കോൺഗ്രസിന് അവരുടേതായ നിലപാട് പറയാം. ആ കമ്പൽഷൻസ് മനസ്സിലാക്കുന്നു. പക്ഷേ ആ കമ്പൽഷൻസ് CPM പറ്റില്ല. കാരണം അവർ പൊളിറ്റിക്കൽ റൈവൽസാണ്. CPM ഇന്ത്യയിലെ നിലനിൽപ്പ് കേരളത്തിലെ അവരുടെ അസ്തിത്വത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ശത്രു ഭാരതീയ ജനതാ പാർട്ടിയല്ല, കോൺഗ്രസ് തന്നെയാണ് കേരളത്തിലെ ശത്രു. കേരളം മാത്രമാണ് CPM ഇപ്പോൾ കൈവശമുള്ളത്. ഇനിയാണെങ്കിലും അങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത. അത് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പല രൂപത്തിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 55% വോട്ടിനെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഫോർമുലകളാണ്, വിട്ടുവീഴ്ചയാണ് വേണ്ടത്. എല്ലാവരും കൂടി, ഈ മുന്നണിയിലെ കക്ഷികൾ എല്ലാവരും കൂടെ കൈകോർത്ത് കൈപൊക്കി നിൽക്കുന്ന രംഗമുണ്ടല്ലോ, പലയാവർത്തി നമ്മൾ കണ്ടു. അതെല്ലാം അവിയൽ മുന്നണിയായിരുന്നു. അതെല്ലാം മുൻപുള്ള ജനതാ എക്സ്പെരിമെൻറ്റ്, ജനതാദളാകട്ടെ ജനതാ പാർട്ടി ആകട്ടെ, അവരൊക്കെ ഭരിച്ചിരുന്ന സമയത്തുള്ള ആ ഒരു കോയലീഷൻ തകർന്ന് നമ്മൾ കണ്ടു. ഒരിക്കൽ കൂടി അതുപോലെ ഒരു കുറച്ചുകൂടെ കൺസോളിഡേറ്റഡ് ആയ, കുറച്ചുകൂടെ വിശാല അർത്ഥത്തിലുള്ള ഒരു കോയലീഷൻ സിസ്റ്റത്തിന് മാത്രമേ ഒരു സെംബ്ലൻസ് ഓഫ്, ഞാൻ ഫൈറ്റ് ഒന്നും പറയുന്നില്ല, ഒരു സെംബ്ലൻസ് ഓഫ് ഫൈറ്റെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ കഴിയൂ. ഇപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജ് BJP ഓൾ ദ വേ, യാതൊരു സംശയവുമില്ല. രാമക്ഷേത്രം എന്ന് പറയുന്നത് 22-ാം തീയതി രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു എന്ന് പറയുന്നത് BJPയുടെ ചരിത്രത്തിലെ ഒരു ഡെലിവറൻസ് കൂടിയാണ്. കാരണം അവരെ പറഞ്ഞത് നടത്തിയിരിക്കുന്നു. യൂണിഫോം സിവിൽ കോഡ് മാത്രമാണ് അവരുടെ 3 കാര്യങ്ങൾ പറഞ്ഞതിൽ ആകെ ബാക്കിയുള്ളത്. യൂണിഫോം സിവിൽ കോഡാണ്. ആർട്ടിക്കിൾ 370 ഞങ്ങൾ എടുത്തു കളയും, അവരെടുത്ത് കളഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. കോടതിയുടെ സഹായത്തോടു കൂടി അവരതിനെ സ്ഥിരീകരിച്ചു. അത് ശാശ്വതമായി അവരുടെ ഒരു പ്രചരണം അവിടെ വിജയിച്ച കാഴ്ചയാണ് കണ്ടത്. കോടതിയുടെ കൂടെ സഹായത്തോടു കൂടി തന്നെ അയോധ്യ വിഷയത്തിൽ ഇവിടെ പരിഹാരമായിരിക്കുന്നു. മനസ്സുകളുടെ മുറിവുകൾ ഉണങ്ങേണ്ടതുണ്ട്, പക്ഷേ ഇവിടെ പരിഹാരമായിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഈ ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യം വരുമ്പോൾ അതിലും കോൺഗ്രസ് വെട്ടിലാണ്. അതുകൊണ്ടാണല്ലോ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കുള്ള സ്പേസ് പോലും BJP എടുത്തിട്ടത്, ഇല്ലേ? അതുകൊണ്ടാണ് മഞ്ജുഷ്, അതുകൊണ്ടാണ്
എന്താണ് ഈ അജണ്ട, ഇതൊരു ഷാർപ്പ് പൊളിറ്റിക്കൽ ബ്രെയിനിൻ്റെ വിഷയമാണ്. ഈ അജണ്ട ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു കലയാണ്. അത് കോൺഗ്രസ്സുകാർ ഇനിയും പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയുടെ തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത് വളരെ നല്ല പൊളിറ്റിക്കൽ മാനേജേഴ്സാണ് അവർക്കുള്ളത്. അത് മാത്രമല്ല, ആ പാർട്ടിയുടെ സംഘടനാ സംവിധാനവും അച്ചടക്കവും ഒരു നേതാവിനെ ഉയർത്തി കാണിക്കുകയും അദ്ദേഹത്തിന് ഫ്രീ ഹാൻഡ് കൊടുക്കുകയും, എന്നാൽ യഥാർത്ഥത്തിൽ RSSൻ്റെ നേതൃത്വം നാഗ്പൂരിൽ ഇരുന്നുകൊണ്ട് ഇതിനെ ഓവർസീ ചെയ്യുകയും ഇതെല്ലാം ചെയ്യുന്ന ഒരു ചിട്ടയായ പരിവാർ സംവിധാനമുണ്ട്. അങ്ങനെ ഒരു സംവിധാനം ജനാധിപത്യ കക്ഷികളായ കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും ഇല്ല എന്നതാണ് വാസ്തവം. സിബി സത്യൻ, അവസാനമായി രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. നാഗ്പൂരിൽ കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാം ഭാരത് ജോഡോ യാത്രയുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങുകയാണ്. ഇതൊക്കെ എന്തെങ്കിലും ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ളതാണോ? മഞ്ജുഷൻ, നമ്മുടെ ഒന്നാം ഭാരത് ജോഡോ യാത്ര നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് കാര്യമായ പിന്തുണ ഉണ്ടാകില്ല എന്ന് വിചാരിച്ച പല സംസ്ഥാനങ്ങളിലും അഭൂതപൂർവമായ ജനക്കൂട്ടം ഈ പറഞ്ഞതുപോലെ ജോഡോ യാത്രയ്ക്ക് എത്തുകയും കോൺഗ്രസിന് മൊത്തത്തിൽ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്തു. അത് പക്ഷേ വോട്ടായില്ല എന്നുള്ളത് നമ്മൾ അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ കണ്ടു. അതിനുശേഷം വന്ന 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തെലങ്കാന ഒഴികെ ഛത്തീസ്ഗഡും രാജസ്ഥാനും കയ്യിൽ നിന്ന് പോവുകയും ഈസിയായിട്ട് കയ്യിൽ കിട്ടും എന്ന് കരുതിയിരുന്ന മധ്യപ്രദേശ് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതോടെ കോൺഗ്രസ് ശരിക്കും പറഞ്ഞ ബാക്ക് ഫുഡിലേക്ക് ആയിരിക്കുകയാണ്. പക്ഷെ കോൺഗ്രസിന് ഈ പറഞ്ഞതുപോലെ ആ ഒരു ജനപിന്തുണയുടെ ഒരു അലയൊലിയെങ്കിലും ഉണ്ടാക്കാതെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ അതിനകത്ത് കഴിഞ്ഞ തവണത്തെ ഒരു ഏക മാറ്റമുണ്ടായത് ഒരു രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ ഒരു മെച്യൂരിറ്റിയിലേക്കുള്ള ഒരു വളർച്ചയുടെ ഒരു ഭാഗം നമ്മൾ ഭാരത് ജോഡോ യാത്രയുടെ ഒന്നാം ഭാഗത്ത് കണ്ടു. അപ്പൊ അതിന്റെ ആ മെച്യൂരിറ്റിയുടെ രണ്ടാം ഭാഗത്തേക്കുള്ള വളർച്ച ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ രണ്ടാം ജോഡോ യാത്ര നമുക്ക് മുന്നിൽ വെക്കുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സാധ്യത ഞാൻ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, ഈ നിങ്ങൾ നോക്കുക, കഴിഞ്ഞ തവണ 300-ൽ പരം സീറ്റ് BJP നേടിക്കഴിഞ്ഞു. ഈ 300-ൽ പരം സീറ്റുകൾ നേടിയ BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി നഷ്ടപ്പെടാനാണുള്ളത്. കാരണം നേടിയ എല്ലായിടത്തും പരമാവധി സീറ്റുകൾ നേടിയ ഒരു സംവിധാനമാണ് BJPക്കുള്ളത്. അതിനകത്ത് തന്നെ BJPക്ക് 1-2 സ്ട്രോങ് ഹോൾഡ്, സൗത്ത് ഇന്ത്യയിലെ സ്ട്രോങ് ഹോൾഡുകളെല്ലാം ഓരോന്നോരോന്നായി നഷ്ടപ്പെടുകയാണ്. സൗത്ത് ഇന്ത്യയിൽ ഏതാണ്ട് BJP നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ എത്ര സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് പോലും അധികം നേടാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് 25-30% സീറ്റുകളുടെ കുറവ് വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെടുന്ന ആ സീറ്റുകൾ കൂടി നോർത്ത് ഇന്ത്യയിൽ നിന്ന് പിടിക്കേണ്ട ഒരു അവസ്ഥ BJPക്കുണ്ട്. പക്ഷേ BJPയുടെ നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലായിടത്തും പരമാവധി സീറ്റുകൾ ഓൾറെഡി അവർ നേടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ ഒരു കണക്ക് കൂടെ മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യ മുന്നണി അവർക്കൊരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെയല്ല, കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ നോക്കുന്നുണ്ടാവും, കഴിഞ്ഞ ഒരു ബൈ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ BJP സ്ഥാനാർത്ഥി തോറ്റുപോയത്. SP-യുടെ MLA ആയിട്ട് മത്സരിച്ച് വിജയിച്ച ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, അദ്ദേഹം വീണ്ടും രാജിവെച്ചിട്ട് BJP ചേർന്നിട്ട് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. നിലവിൽ ഏത് പാർട്ടിയിൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ അദ്ദേഹം മാത്രമാണ് അവിടെ ജയിക്കുക. പക്ഷെ അവിടെ 27,000-ൽ പരം വോട്ടിനെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു. അതൊരു വലിയ നേട്ടമാണ്. അത് വലിയ അലാമിംഗ് സിറ്റുവേഷൻ ആയിട്ട് BJP തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഈ അലർട്ട്നെസിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ഇന്ത്യ മുന്നണി അങ്ങനെ ഒരു മുന്നണിയായി മത്സരിക്കുകയാണെങ്കിൽ പല ഇടങ്ങളിലും അവർക്ക് വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ കൺസോളിഡേഷനെ ഏറ്റവും വലിയ അബദ്ധം കാണിച്ചത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ 2, 3, 4 സീറ്റുകൾ വീതം വിട്ടുകൊടുത്ത് ഒരു മാതൃക കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ഇന്ന് കാണുന്നതിന്റെ 10 ഇരട്ടി ആത്മവിശ്വാസവും ശക്തിയും കെട്ടുറപ്പും ഉണ്ടായേനെ. അത് കോൺഗ്രസിന് സാധിച്ചില്ല. കോൺഗ്രസിന്റെ ഈ പറഞ്ഞ കോൺഗ്രസ് നേരത്തെ പറഞ്ഞ ഒരു ഫെഡറൽ സിസ്റ്റം പോലുള്ള ഒരു സംവിധാനമാണ്, ഒരു ഏകശിലാത്മകമായ ഒരു സംവിധാനമല്ല. അപ്പോൾ അത് സംസ്ഥാന നേതാക്കന്മാരുടെ കടുംപിടുത്തങ്ങൾക്കനുസരിച്ച് അവിടെ ഇപ്പോൾ സ്ട്രാറ്റജികൾ മാറുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തൊരവസ്ഥയുണ്ട്. കമൽനാഥിനെ മൊത്തം വിട്ടുകൊടുത്ത MP-യിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ രാജസ്ഥാനില് അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റും 2 വശത്തായിട്ട് നിന്നുകൊണ്ട് നടത്തിയ യുദ്ധമാണ്. എന്നിട്ട് അതുകൊണ്ട് തന്നെ അവർ പരാജയപ്പെട്ടു. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഈ സ്വന്തക്കാരെ കുത്തിക്കയറ്റി സ്വന്തം സംസ്ഥാനം മാത്രം സുരക്ഷിതമാക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് കുറച്ചുകൂടെ ബലം കൊടുക്കത്തക്ക നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 4 സംസ്ഥാനങ്ങളിലെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ഇന്ന് മറ്റൊരു തലത്തിൽ, മറ്റൊരു ആത്മവിശ്വാസത്തിൽ, മറ്റൊരു കെട്ടുറപ്പിൽ BJPക്ക് മുന്നിൽ നിവർന്നു നിൽക്കുമായിരുന്നു, ഞെളിഞ്ഞു നിൽക്കുമായിരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ സിബി സത്യൻ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ രാഹുൽ ഈശ്വർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: നരേന്ദ്രമോദി അയോധ്യയിൽ, ഇന്ത്യ മുന്നണി ഇനി പ്രതീക്ഷ വെക്കണോ? വേണമെന്ന് 31% പ്രേക്ഷകർ, പ്രതീക്ഷ വെക്കേണ്ടെന്ന് 65% പ്രേക്ഷകർ, നിഷ്പക്ഷം 4%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
ഈ പരിപാടി നിങ്ങൾ